ഇറാനെതിരെ ഭീഷണികൾ തുടർന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. USS എബ്രഹാം ലിങ്കൺ അടങ്ങുന്ന US കപ്പൽപ്പട ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ മുൻകാലത്തേക്കാൾ ഭീകരമായ ആക്രമണമായിരിക്കുമെന്നുമാണ് മുന്നറിയിപ്പ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധഭീഷണികൾക്ക് ശക്തമായ ഭാഷയിൽ മറുപടി നൽകി ഇറാൻ രംഗത്തെത്തി. ഏതു തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും ഉടനടി തിരിച്ചടിക്കാൻ രാജ്യം സർവ്വസജ്ജമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. ഇറാന്റെ സായുധ സേന വിരൽ ട്രിഗറിൽ അമർത്തി കാത്തിരിക്കുകയാണെന്നും കര, കടൽ, ആകാശമെന്നിങ്ങനെ ഏതു മാർഗത്തിലൂടെയുള്ള കടന്നുകയറ്റവും അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാന് നേരെ കടുത്ത സൈനിക നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രംപിന്റെ ഭീഷണികൾക്ക് മുൻപ് USS എബ്രഹാം ലിങ്കൺ എത്തിയാൽ കടലിൽ മുക്കുമെന്ന തരത്തിലായിരുന്നു ഭീഷണികൾ. കപ്പൽപ്പടയുടെ വിന്യാസം ഇറാന്റെ പരിധിയിലേക്ക് US പ്രകരശേഷിയെ എത്തിക്കുന്നുണ്ട്. മിസൈലുകളും ഡ്രോണും അടങ്ങുന്ന ഇറാന്റെ ആയുധ ശേഖരത്തിന് US സൈന്യത്തിന്റെ പ്രതിരോധ മുഖത്തെ നേരിടാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. എന്നാൽ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കണക്ക് പ്രകാരം ലോകത്തിലെ മറ്റേത് രാജ്യത്തെക്കാളും വലിയ സൈനിക ചെലവുള്ള രാജ്യമാണ് US. 2024 കണക്ക് പ്രകാരം ലോക സൈനിക ചെലവിന്റെ 35.50% US-ന്റേതാണ്. ഉപരോധവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം ഇറാന്റെ സൈനിക ചെലവ് വളരെ കുറവാണ്. 2024 $7.9 ബില്യൺ ഇറാന്റെ സൈനിക ചെലവായി SIPRI പ്രതീക്ഷിക്കുന്നത്. ചെലവിലെ ഈ വ്യത്യാസം തന്നെ സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിലും സാങ്കേതിക വിദ്യയിലും പരിശീലനത്തിലും ലോജിസ്റ്റിക്കിലുമുള്ള US-ന്റെ മേൽക്കൈ എടുത്തുകാട്ടുന്നു. 6.10 ലക്ഷം സജീവ സൈനികരാണ് ഇറാന്റെ ശേഷി. 3.50 ലക്ഷം റിസർവ് സൈനികർ ആവശ്യമുള്ള ഘട്ടത്തിൽ സജ്ജരാക്കിയിട്ടുമുണ്ട്. ഇറാന്റെ വ്യോമസേന പരിമിതമാണ്. എന്നാൽ മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇറാൻ വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ഹ്രസ്വദൂര, മധ്യദൂര ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഇറാന്റെ ആയുധപ്പുരയിലുണ്ട്. മാക് 5 വേഗത്തിൽ സഞ്ചരിക്കുന്ന ഫത്താഫ് 2 ഇറാന്റെ പക്കലുണ്ട്. പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന ഡ്രോണുകളുടെ ശേഖരം ഇറാനുണ്ട്. വിമാനവാഹിനി കപ്പലുകൾ പോലുള്ളവയെ ലക്ഷ്യം വയ്ക്കാൻ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ഡ്രോണുകൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ മിസൈലുകൾ കപ്പലുകളെ ലക്ഷ്യം വയ്ക്കാൻ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സഖ്യകക്ഷികളായ സായുധ സംഘങ്ങൾക്ക് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും നൽകുന്നുണ്ട്. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ. വിമാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ എന്നിവയെ നേരിടാൻ ഈജിസ് റഡാറും സ്റ്റാൻഡേർഡ് മിസൈലുകളും കപ്പലിലുണ്ട്. ഭീഷണികളെ തടയാനുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, കപ്പലിനടുത്തെത്തുന്നതിന് മുൻപ് ഭീഷണികളെ തകർക്കാനുള്ള വ്യോമസേന എന്നിവയും USS എബ്രഹാം ലിങ്കണിലുണ്ട്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരങ്ങളിൽ ഒന്നാണ് ഇറാന്റേത്. 2000 കിലോമീറ്റർ വരെ പരിധിയുള്ള സെജിൽ, കൊറോം ഷഹർ 4, ഷഹാബ് 3, എമാദ് തുടങ്ങിയ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ഇറാന്റെ കൈവശമുണ്ട്. 3000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാനുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള കൃത്യതയാർന്ന മിസൈലുകൾ വികസിപ്പിക്കുന്നതിലാണ് ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയും ആക്രമിക്കാൻ സജ്ജമാണ് ഇറാൻ. 2024 ആക്രമണങ്ങളിൽ ഇറാൻ ഇത് ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതിനിടെ മധ്യപൂർവ്വ ദേശത്തേക്ക് കടന്ന US കപ്പൽപ്പടയെ നേരിടാൻ ഇറാന്റെ മറുപടി ഹോർമുസ് കടലിടുക്കിന് സമീപം ഡ്രോൺ കാരിയർ യുദ്ധക്കപ്പലായ ഷാഹിദ് ബാഗേരി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഔദ്യോഗിക ചാനലായ പ്രസ് ടിവിയിൽ ഡ്രോൺ കാരിയർ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. കപ്പലിലെ ആളില്ലാ യുദ്ധവിമാനങ്ങൾ രാജ്യത്തിനെതിരായ ഏതാക്രമണവും നേരിടാൻ സജ്ജമായിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ ആദ്യത്തെ നാവിക ഡ്രോൺ വാഹനി കപ്പലാണ് ഷാഹിദ് ബാഗേരി. 2025 ഫെബ്രുവരി 6 കമ്മീഷൻ ചെയ്തത്. പ്രാരിൻ എന്ന പേരിലുള്ള 42,000 ടൺ കണ്ടെയ്നർ കപ്പലിനെ ഡ്രോൺ കാരിയറാക്കി മാറ്റുകയായിരുന്നു. 240 മീറ്റർ നീളവും 32 മീറ്റർ വീതിയുമുള്ള കപ്പലിൽ 180 മീറ്റർ റൺവേ ഉണ്ട്. ഡ്രോണുകൾക്ക് പറന്നുയരാൻ വിമാനവാഹിനി കപ്പലുകളിലേതിന് സമാനമായി ജംപ് പ്ലാറ്റ്ഫോമും കപ്പലിലുണ്ട്. ഡ്രോണുകളും ഹെലികോപ്റ്ററുകളുമാണ് കപ്പലിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.